നമസ്കാരം. സിനിമയിലോ സീരിയലിലോ തനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ബന്ധങ്ങളില്ലെന്ന് തുറന്നു പറയുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് പക്ഷേ വിമർശനങ്ങൾ ഇഷ്ടമല്ല. അതുകൊണ്ട് മനസ്സിൽ തോന്നിയത് പറഞ്ഞതിന് പണി കിട്ടിയ സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ടെന്നും തുറന്നു പറയുകയാണ് ശാന്തിവിള. സംവിധായകൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സിനിമാക്കാർ നമ്മളെ രണ്ട് രീതിയിലാണ് ഒഴിവാക്കാറുള്ളത്. ഒന്ന്, ഈ കഥ പോലെ തന്നെ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും. മുൻപ് ശ്രീനിവാസൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മണി ബാക്ക് പോളിസി എന്ന സിനിമ കണ്ടപ്പോൾ ആ സിനിമയുടെ 5 കിലോമീറ്റർ അകലം പോലുമില്ല ഞാൻ പറഞ്ഞ കഥ. എന്നെ ഒഴിവാക്കാൻ പറഞ്ഞതാണ് ശ്രീനിച്ചേട്ടന്. എന്നോടത് നേരിട്ട് പറയാൻ സാധിച്ചിരുന്നില്ല. ഡേറ്റ് ചോദിക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് തരാം എന്ന് പറയും. ജയറാം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 3 വർഷം വരെ ഡേറ്റില്ല, അത് കഴിഞ്ഞ് മതിയോ എന്ന് എന്നോട് ജയറാം ചോദിച്ചു. ഞാൻ തിരിച്ചു ചോദിച്ചു, 3 വർഷം വരെ നീ ജീവിച്ചിരിക്കുമെന്ന് എന്താണ് ഉറപ്പെന്ന്? അത് അയാൾക്ക് ഫീൽ ചെയ്തു. ശാന്തി സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. സോറി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമെന്നതിന് എന്താണ് ഉറപ്പെന്ന് ചോദിച്ചു. ജയറാമോ ഇതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കുറേ കണ്ടതാണിതൊക്കെ. അത് തന്നെ ജയറാമുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു ഞാൻ. ബംഗ്ലാവിൽ ഔദ എന്ന എൻ്റെ ചിത്രത്തിൽ നായകനായിരുന്ന ലാൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അത് കണ്ട് എന്നെ വിളിച്ചു. ദിനേശൻ, ഞാൻ ഒരു തെറ്റേ നിന്നോട് ചെയ്തുള്ളൂ, നിൻ്റെ പടത്തിൽ അഭിനയിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വാ തുറക്കണം, നിങ്ങളുടെ വീട്ടിലല്ലേ ആ നടി വന്നതെന്ന്. ലോകത്ത് ആദ്യമായാണ് ഒരു നടിയെ പീഡിപ്പിച്ച ടീം സേഫായി അവിടെ എവിടെ ഇറക്കണം എന്ന് ചോദിക്കുന്നത്. സാധാരണ അത്തരക്കാർ വലിച്ചെറിഞ്ഞു പോകാനല്ലേ നോക്കുക. നടിയോട് അവർ ചോദിച്ചു എവിടെ ഇറക്കണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ലാലിൻ്റെ വീട്ടിൽ ഇറക്കി വിടണം എന്നാണ്. ആഷിഖ് അബുവും പട്ടണം റഷീദും ഒക്കെ താമസിക്കുന്നത് അതേ റോഡിലാണ്. ലാലിൻ്റെ വീട്ടിൽ ഇറക്കി വിട്ട സ്ഥിതിക്ക് ആ സംഭവത്തിൽ നിങ്ങൾക്കറിയാവുന്ന സത്യാവസ്ഥ പറയണമെന്ന് ഞാൻ ലാലിനോട് ആവശ്യപ്പെട്ടു. എന്തായാലും ആ സംഭവത്തോടെ ലാലുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്നും പറയുകയാണ് ശാന്തിവിള.